സഞ്ജു സാംസൺ IPL ഒരു 4 മോശം പ്രകടനത്തോടുകൂടി വലിയൊരു സെഞ്ചുറി, ആദ്യത്തെ സെഞ്ചുറി IPL ഈ സീസണിലെ സെഞ്ചുറിയോടുകൂടി ഭയങ്കര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല സഞ്ജുവിൻ്റെ രാജസ്ഥാനിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ഒരു വരവ്. പക്ഷെ ചെന്നൈയുടെ ഒരു ദൗർഭാഗ്യം ഇങ്ങനെ തുടരുകയാണ്. പക്ഷെ നമുക്കൊരു സഞ്ജു ഫോമിലാണെങ്കിൽ മുന്നോട്ടുള്ള ഇതിൽ പോയിന്റ്സ് കൂടുതൽ വരാം എന്നുള്ളൊരു തോന്നലുമുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനാണെങ്കിൽ ഇപ്പം സൂര്യവംശിയുടെ പെർഫോമൻസ്. അപ്പോൾ ഇതൊക്കെ ഈ ഓരോ ടീമിനും ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ എന്താ? ഇവരുടെ ഒരു പേഴ്സണൽ, അതായത് അന്ന് തന്നെ ദിലീപ് പറയുന്നുണ്ടായിരുന്നു, കാരണം ഒരു ധോണിയുടെ ഒരു മെന്റർഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് സഞ്ജു ഒരു കുറച്ചും കൂടി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു കളിക്കാരനായി മാറും എന്നുള്ളത്. ഇത് രണ്ട് ടീമും ബെനിഫിറ്റ് ചെയ്തതാണ് ശരിക്കും ഈ ട്രേഡിന്ന്. സഞ്ജുവിനെ നീക്കം ആവശ്യമായിരുന്നു. ചെന്നൈക്ക് സഞ്ജുവിനെ പോലത്തെ ഒരു കളിക്കാരനെ തീർച്ചയായിട്ടും ആവശ്യമാണ്. അതേ സമയത്ത് രാജസ്ഥാനിൽ സഞ്ജു പോയത് കാരണം ഈ ഭാവിയിലേക്കുള്ള എത്രയോ കൊല്ലം ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ജയ്സ്വാലും സൂര്യവംശിയും പാർട്ട്ണർഷിപ്പായി. അപ്പൊ ആർക്കും നഷ്ടം വന്നിട്ടില്ല ഈ ഒരു കച്ചവടത്തിന്. പിന്നെ സഞ്ജുവിന്റെ ഈ തുടക്കത്തിനെ പറ്റി ആൾക്കാർ പറഞ്ഞത് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനും നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾ 2 ആഴ്ചയായിട്ട് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ 2 മണിക്കൂർ മുമ്പ് ഒരു ബിരിയാണിയും കുറെ സ്നാക്സും ഇതൊക്കെ കഴിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവച്ചാൽ ആരാ കഴിക്കുക? നിങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അതുപോലെ തന്നെ സഞ്ജു മാത്രല്ല, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, ഇന്ത്യയുടെ പല കീ കളിക്കാരും ഇമോഷണലി ഫ്ലാറ്റ് ആണ് ലോകകപ്പ്. അതെ, അത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതീക്ഷിക്കണം എന്ന് വെച്ചാൽ ഒരു കളിക്കാരന് ലോകകപ്പ് ജയിക്കാന്ന് പറഞ്ഞാൽ അതിനുപരി ഒരു IPL ഒന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന്ന് തിരിച്ചു വരാൻ കുറച്ച് സമയമായിട്ട്, അവരും മനുഷ്യന്മാരാണ്, മറ്റൊരു സ്വിച്ച് ഒന്നുമല്ല ഓൺ ഓഫ് ആക്കി ഇതാക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും എനിക്കറിയായിരുന്നു സഞ്ജുവിന് ടൈം എടുക്കുന്നത്. സഞ്ജു എന്നല്ല, ആ ലോകകപ്പ് കളിച്ചപ്പോ ഹാർദിക് പാണ്ഡ്യ എല്ലാവരും സ്ട്രഗിൾ ചെയ്യാണ്. ആ ടീമിൽ ജയിച്ച ടീമിൽ നിന്നുള്ള ആരും, ഇഷാൻ കിഷൻ അങ്ങനെ കുറച്ചിപ്പോ സഞ്ജു സെഞ്ചുറി അടിച്ചു, കുറച്ചു പേരിപ്പോ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പൊതുവെ എല്ലാവരും ഫ്ലാറ്റാണ്. അപ്പൊ അത് പ്രതീക്ഷിച്ചതാണ്. പിന്നെ നേരെ തിരിച്ചാണ് ഒരു വൈഭവ് സൂര്യവംശിയും ജയ്സ്വാലും നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ചയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവര് ലോകകപ്പ് കളിച്ചില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഊർജം, അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് പ്രൂവ് ചെയ്യണം ഞങ്ങൾ ഇന്ത്യൻ ടീം സ്ഥാനം അർഹിക്കണവരാണ്. അതാണ് ഈ പല ചെറുപ്പക്കാരും ഇപ്പൊ മറ്റേ ചൗധരി ലക്നൌവിന് വേണ്ടി ഒരു കളി ജയിച്ചു. അനേക ചെറുപ്പക്കാർ ഇതേപോലെ അവർക്കറിയുന്ന ഇപ്പൊ ഈ IPL പെർഫോം ചെയ്ത നമ്മുടെ പേര് സെലക്ഷൻ ടേബിളിൽ എത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹൈദരാബാദിന്റെ 2 കളിക്കാര്, 2 ഫസ്റ്റ് ബോളേഴ്സ്, പ്രഫുലും സാക്കിബ് ഹുസൈനും. അപ്പൊ അവർ 2 പേരും ഡെബ്യൂ ഗംഭീരാക്കി. 2 പേരും 4 വിക്കറ്റ് എടുത്തു. അത് ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, 2 പേരെയും കളിപ്പിക്കാനുള്ള ഒരു തീരുമാനം, അത് എങ്ങനെയാ ദിലീപ് എങ്ങനെ നോക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ അധിക ടീമുകളും ഇനി ശരിക്കും ഇന്ത്യൻ പേസേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ, പുറമേ നിന്നുള്ള പേസർമാർക്ക് നമ്മൾ എത്രയോ കോടികളൊക്കെ കൊടുത്ത് അവർ മിക്കവാറും പകുതി കളിക്കും പോലും. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു ടീമിന് ശരിക്കും ഒരു വാല്യൂം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു ഹൈദരാബാദിന് പാറ്റ് കമ്മിൻസിന് ഇത്രയും കോടി കൊടുത്തിട്ട് എന്താ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. വരുന്നുണ്ട്, പക്ഷെ അപ്പോഴേക്കും സീസൺ പകുതി കഴിഞ്ഞു. അപ്പൊ അതിനൊരു വാല്യൂ ഫോർ മണി എന്നുള്ളതില്ലേ. അപ്പൊ ഇപ്പോഴാണെങ്കിൽ 10 കൊല്ലം മുമ്പാണെങ്കിൽ മനസ്സിലാക്കി ഇന്ത്യയിൽ പേസ് ബോളേഴ്സ് ഇല്ല. ഇപ്പൊ ഈ സാക്കിബൊക്കെ 140ന്റെ മേധയാണ്. അന്ന് ഞാൻ കണ്ട KKRന്റെ കളിയില് കാർത്തിക് ത്യാഗി ഏകദേശം 150 എത്തി. അപ്പൊ അങ്ങനെ അനേക ചെറുപ്പക്കാരുണ്ട്. ഇപ്പൊ ഈ സാക്കിബിന്റെ അവിടുത്തെ നാട്ടിലത്തെ നിക്നെയിം ഗോപാൽഗഞ്ച്കാർ അബാഡാന്നാണ്. അപ്പൊ അത് ചെറുപ്പത്തിൽ തന്നെ 18-19 വയസ്സിലൊരു ഭോജ്പൂരി കമന്റേറ്ററാണ് കാണുന്നത്. ആദ്യം കാണുന്നതെന്നല്ല, അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു. അദ്ദേഹം കോച്ചാണ്, പക്ഷെ മെയിൻ വരുമാനം കിട്ടുന്നത് ഇപ്പൊ ജിയോ സ്റ്റാറില് ഭോജ്പൂരി കമന്ററി കൊടുക്കുകയാണ്. ഇയാൾ എന്നിട്ട് അവിടുത്തെ ലോക്കൽ ഫ്രാഞ്ചൈസ് ലീഗുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഇവനെ ട്രയൽസിന് വിളിക്കണം. അവന് ഷൂ പോലും ഇല്ല. ബാക്കി ടീംമേറ്റ്സ് ഒക്കെ കൂടി പൈസ കൂട്ടിയിട്ടാണ് ട്രയൽസിന് ഷൂ വാങ്ങിക്കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്നവര്
എത്ര വേണമെങ്കിലും പ്രയത്നിക്കും. ഇപ്പൊ വൈഭവ് ഒക്കെ അങ്ങനെയായിരുന്നു. എത്രയോ മണിക്കൂറാണ് ഓരോ ദിവസവും കമ്മ്യൂട്ട് ചെയ്തിരുന്നത് സമസ്തിപൂരിൽ നിന്ന് പട്ന വരെ ട്രെയിനിങ്ങിന്. അതേപോലെ ഈ സാക്കിബ് ഹുസൈൻ എല്ലാ ദിവസവും 2 മണിക്കൂറൊക്കെ ഓടുക. അത് എങ്ങനെ ഓടേണ്ടത്, മാരത്തോൺ ഡിസ്റ്റൻസ് ഓടേണ്ടത്, പക്ഷെ സ്പ്രിന്റ് ചെയ്യുക. ഒരു സ്പ്രിന്റ് എടുക്കും, അര മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, ആദ്യം സ്പ്രിന്റ് ചെയ്യും. ഇങ്ങനെ സ്പ്രിന്റ് ചെയ്ത് ഇപ്പൊ ആരോ പറഞ്ഞു ഇവന്റെ കോർ സ്ട്രെങ്ത് തന്നെ ഇരുമ്പ് പോലെയാണ് ശരിക്കും. അത് കാരണം എത്ര ഓവർ വേണമെങ്കിലും അറിയാം. മറ്റേത് ഇപ്പൊ പല ഫാസ്റ്റ് ബോളേഴ്സിന്റെ പ്രശ്നം 2 ഓവർ ബോൾ ചെയ്യുമ്പോഴേക്കും പിന്നെ 2 കളി മിസ് ചെയ്യും. ഇതങ്ങനെയല്ല. ഇവൻ ഹിന്ദിയിൽ പറയും ലംബെ റേസ് കാ ഗോഡ. അങ്ങനത്തെ ഒരുത്തന. അങ്ങനത്തെ കളിക്കാർ ഇനിയും വരാനുണ്ട്. ഈ IPL ചെയ്തിട്ടുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ സ്കൗട്ടിങ് സിസ്റ്റം അത്രയും വലുതാക്കിയിട്ടുണ്ട്. ഇപ്പൊ വൈഭവ് വന്നത് ഒരു പട്നയെന്നൊന്നും അല്ല, ഒരു ചെറിയ തേജ്പൂർ സമസ്തിപൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലത്ത് നിന്ന്. അതേപോലെ അനേക ടാലൻസ് അങ്ങനെ വരാൻ പോകും. ഈ പ്രഫുലിന്റെ ആദ്യ ഓവർ ഉണ്ടല്ലോ, 3 വിക്കറ്റ് കിട്ടിയ ഓവർ, അത് കണ്ടപ്പം ദിലീപിന് എന്താ തോന്നുന്നത്? അങ്ങനെ ഒരു ഇന്ത്യൻ ഫീച്ചറൊക്കെ എങ്ങനെയായിരിക്കും പ്രഫുലിന്റെ? അല്ല, അത് പ്രഫുലിന് മറ്റൊരു എക്സ്പ്രസ് പേസിൽ 150 എത്തണ പേസില്ല, പക്ഷെ മൂവ്മെന്റ് ഉണ്ട്. അങ്ങനത്തെ കളിക്കാരും ആവശ്യം. ഇപ്പൊ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഭുവനേശ്വർ കുമാർ ഇപ്പോഴും വിക്കറ്റ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? സ്വിങ് ചെയ്യാൻ പറ്റും, മറ്റേ ഓഫ് ദ പിച്ച് മൂവ്മെന്റ് കിട്ടും. അതും ഒരു കഴിവാണ്. പേസ് മാത്രം പോരാ. അപ്പൊ എല്ലാതരം ഫാസ്റ്റ് ബോളേഴ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണം ശരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ചെന്നൈ ആയാലും ഏത് ടീമായാലും ഇനി വരാൻ പോണ സീസണിൽ കുറേം കൂടി ഫാസ്റ്റ് ബോളിംഗ് സ്ലോട്ട്സ് ഇന്ത്യൻ ബോളർമാർക്ക് കൊടുക്കണം.